ഇ.പി. ജയരാജൻ ജാവദേക്കർ കൂടിക്കാഴ്ചയിലെ CPIയുടെ അതൃപ്തി പരിഹരിക്കാൻ CPIM. ഇ.പിക്കെതിരെ നടപടിയെടുക്കാത്തതിന്റെ കാരണം CPIയെ നേരിട്ട് ബോധ്യപ്പെടുത്താനാണ് നീക്കം. ശോഭാ സുരേന്ദ്രനും TG നന്ദകുമാറിനുമെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് ഇ.പി. ജയരാജൻ. CPIM ഇ.പി. ജയരാജനെ തൊടാത്തത് അഴിമതിയുടെ കൊട്ടാരം കത്തും എന്ന് ഭയന്നാണെന്ന് കെ. സുധാകരൻ പരിഹസിച്ചു. വളരെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞു ഒരു നടപടി ഉണ്ടാവില്ല. എന്താ കാരണം എന്നറിയോ? ജയരാജൻ ആ ഒരു അഴിമതിയുടെ കൊട്ടാരം കാത്തു സൂക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ്. അദ്ദേഹത്തെ തൊട്ടാൽ കത്തും, കൊട്ടാരം മൊത്തം കത്തും. അതുകൊണ്ട് ജയരാജനെ നോവിക്കാനോ ജയരാജനെ അലസ്വരപ്പെടുത്താനോ CPMൻ്റെ ഒരു നേതൃത്വം ഒന്നും ചെയ്യില്ല എന്ന് ഞാൻ ആരംഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ കണ്ടില്ലേ, ഇന്നലെ സെഞ്ചുറി അടിച്ചപ്പോൾ ക്രിക്കറ്റ് പ്ലെയർ പോകുന്ന പോലെയല്ലേ ജയരാജൻ പോയത്? എന്തോ ഒരു മനസ്സമാധാനത്തിലാവും ഒരാളെ പോക്ക് പറയും. അപ്പോൾ ഇതിപ്പോൾ അയാളെ തൊട്ടാൽ ഞാൻ പറഞ്ഞു പിണറായി വിജയനടക്കം ആ തോണ്ടി വരും. VA ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഗിരീഷ്, ഈ CPIയെ എങ്ങനെ അനുനയിപ്പിക്കാനാണ് CPM നേതൃത്വം ആലോചിക്കുന്നത്? വേണു, നേരത്തെ തന്നെ ഈ വിഷയം ഇ.പി. ജയരാജൻ പ്രകാശ് ജാവദേക്കർ ചർച്ച നടന്നു, കൂടിക്കാഴ്ച നടന്നു എന്ന വിഷയം ഉയർന്നപ്പോൾ തന്നെ CPI ചില കടുത്ത നിലപാടിലേക്ക് എത്തിയിരുന്നു. CPI ആവശ്യപ്പെട്ടിരുന്നത് ഇക്കാര്യത്തിൽ ഉചിതമായ നടപടി CPM എടുക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രതീക്ഷയും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വെച്ച് പുലർത്തുകയും ചെയ്തിരുന്നു, ഇത് പരസ്യമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്നലെ ചേർന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇ.പിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും മറ്റ് നടപടികളിലേക്ക് കടക്കേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ CPI അവരുടെ അതൃപ്തി കൂടുതൽ പരസ്യമാക്കിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത് LDF യോഗത്തിൽ ഉന്നയിക്കാനാണ് CPI ഇപ്പോൾ ആലോചിക്കുന്നത്. എന്നാൽ അതിനു മുമ്പേ തന്നെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് CPIM ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി CPI നേതാക്കളുമായി ചർച്ച നടത്തും. ഇക്കാര്യത്തിൽ ഈ ചർച്ചയിൽ ഇ.പി. ജയരാജൻ്റെ ഭാഗത്തു നിന്നുണ്ടായ കാര്യങ്ങൾ എന്തൊക്കെ എന്ന് CPI നേതൃത്വത്തോട് വിശദീകരിക്കാനാണ് ഇപ്പോൾ CPIM തീരുമാനിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് വോട്ടെടുപ്പ് ദിവസം ഇത്തരത്തിലൊരു കൂടിക്കാഴ്ചയുടെ തുറന്നു പറച്ചിൽ ഇ.പി. ജയരാജന് നടത്തേണ്ടി വന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ CPI നേതൃത്വത്തെ ധരിപ്പിക്കും. കാരണം ഇത് ഇ.പി. ജയരാജനിലൂടെ ലക്ഷ്യമിടുന്നത് ഇടതുമുന്നണിയെ തകർക്കാനാണ്. അതുകൊണ്ടാണ് വോട്ടെടുപ്പിൻ്റെ തലേ ദിവസം തന്നെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചത് എന്നുള്ളതാണ് CPIM ഇപ്പോൾ വിശദീകരിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ CPI നേതാക്കളുമായി ചർച്ച നടത്തിയ ശേഷം LDFൽ വിഷയം വരുന്നത് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് CPM ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കുക, കാരണം കൂടുതൽ ഇത് ആളിക്കത്തിക്കേണ്ടതില്ല, ഇതൊരു അടഞ്ഞ അധ്യായമായി മാറ്റുക എന്നുള്ളത് തന്നെയാണ് CPMൻ്റെ തീരുമാനം. ഇതനുസരിച്ചുള്ള നടപടികൾ CPM സ്വീകരിക്കും. CPI നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ഇതിനിടയിലാണ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഇ.പി. ജയരാജൻ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായ നിർദ്ദേശം ഇ.പി. ജയരാജന് നൽകിയിരുന്നു. നേരത്തെ ഇ.പി. ജയരാജൻ പറഞ്ഞിരുന്നത് ഇക്കാര്യത്തിൽ നിയമ നടപടികളിലേക്കൊന്നും താൻ കടക്കുന്നില്ല, അതായത് ശോഭാ സുരേന്ദ്രനെതിരെയും TG നന്ദകുമാറിനെതിരെയും നിയമ നടപടികളിലേക്ക് താൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല, അതിനുള്ള സമയമില്ല, ഇതിനു വേണ്ടി നടന്ന സമയം പാഴാക്കാനില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ ഇന്നലെ CPM സെക്രട്ടേറിയറ്റ് കൃത്യമായ നിർദ്ദേശം ഇ.പിക്ക് നൽകിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ നിയമ നടപടി സ്വീകരിക്കണം. സ്വാഭാവികമായും ഇതനുസരിച്ചുള്ള നിയമ നടപടികളിലേക്ക് ഇ.പിയും വരും ദിവസങ്ങളിൽ കടക്കും. വേണു, VA ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇ.പിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ CPIയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള നീക്കത്തിലാണ് CPM നേതൃത്വം. വിശദാംശങ്ങളാണ് ഗിരീഷ് നൽകിയത്.